കരുതി ഗൗതം ഉറങ്ങിക്കാണുമെന്ന്. എങ്ങനെ ഉറക്കം വരാന്? ഇതൊക്കെ ചെയ്തത് പുറത്തുനിന്നുള്ള ഒരാളായിരുന്നെങ്കിൽ അത് നമ്മുടെ ആരും അല്ലെന്ന് കരുതി വിട്ടുകളയായിരുന്നു. ഈ വസുന്ധരാമ ഇങ്ങനെ ഓരോരോ പണികൾ ഒപ്പിക്കുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യ? ഇവരെയൊക്കെ വേണം യഥാർത്ഥ കുലകുത്തികളെന്ന് വിളിക്കാൻ. വസുന്ധരാമയെ പോലെയുള്ളവരുടെ യാതൊരു എത്തിക്സും കാണിക്കേണ്ട ആവശ്യമില്ല. ആ വീഡിയോ എടുത്ത് പ്രയോഗിക്കാതിരിക്കാൻ അവർ മുൻകൂട്ടി ഒരു ആയുധം എടുത്ത് എറിഞ്ഞത് കണ്ടോ, കളത്തിലിറങ്ങി കളിക്കാൻ. പക്ഷെ ആ വീഡിയോയും നിയമത്തിന്റെ മുന്നിൽ ചെന്നാൽ യാതൊരു വിലയും ഇല്ലാതായി പോയില്ലേ? അതൊരു റിയൽ ഇൻസിഡന്റ് അല്ലല്ലോ. അതുകൊണ്ട് തന്നെയാ ഞാൻ വലിയ കടുംപിടുത്തം പിടിക്കാത്തത്. ഇതിലിപ്പോ അതിലൊരു നിയമസാധ്യത ഉണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ അത് ഉപയോഗിക്കില്ല ഗൗതം. വസുന്ധരാന്റി പറഞ്ഞതുപോലെ ഈ യുദ്ധം കളത്തിലിറങ്ങി തന്നെ ഞാൻ ജയിക്കും. എന്ത് കോൺഫിഡൻസിലാണ് നിധി നീ പറയുന്നത്? ആ പ്രോപ്പർട്ടി നമുക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിലുള്ള അവസ്ഥ നിനക്കറിയാലോ. ഈശ്വരമംഗല ഗ്രൂപ്പിന്റെ ചെയർമാൻ പോസ്റ്റ് നഷ്ടപ്പെട്ടത് മുതൽ എങ്ങനെയും അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ. ഇത് കൃത്യമായിട്ട് അവരൊരു അവസരമാക്കി എടുക്കുകയും ചെയ്തു. ഗൗതം ടെൻഷൻ ആവാതെ. നമ്മൾ പോകുന്നത് നന്മയുടെ വഴിയില്ല, ജനസേവനത്തിന്റെ വഴിയില്ല. അതിന് ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഒരു വഴി എന്റെ മുന്നിൽ തെളിഞ്ഞു കാണുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്റെ മുന്നിൽ ഇപ്പൊ ബ്ലാങ്ക് ആണ്. നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും നമ്മൾ ഇതുപോലെ ഇരുട്ടിൽ തപ്പിയിട്ടില്ലേ, ഒറ്റപ്പെട്ടിട്ടില്ലേ? ഇനി എന്തെന്നറിയാതെ നമ്മൾ കുഴങ്ങിയിട്ടില്ലേ? പക്ഷെ അവിടെയെല്ലാം പരാജയപ്പെടാതെ തന്നെ നമ്മൾ മുന്നേറിയിട്ടുണ്ട്. അതെങ്ങനെയാ? അത്തരം അവസരങ്ങളിലെല്ലാം നമുക്ക് വെളിച്ചം തന്നിട്ടുള്ളത് ഗൗതമിന്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ആലോചിച്ചപ്പോഴാ. മനസ്സിൽ ടെൻഷൻ നിറഞ്ഞാൽ ദൈവത്തിന് പോലും നമുക്കൊരു വെളിച്ചം ആവാൻ പറ്റില്ല. വാ ഗൗതം, നേരെ ഒരുപാടായി, വന്ന് കിടക്ക്. എന്നെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആലോചിക്ക്. ഒരു വഴി തെളിഞ്ഞു കിട്ടും. വാ. ചായ. മോളെ, അനാഥാലയത്തിന് വേണ്ടി നോക്കി ആ കെട്ടിടം വാങ്ങാൻ എന്തെങ്കിലും വഴി ആലോചിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞ ഞാനും ഗൗതവും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. നേരം വെളുക്കുന്നത് വരെ ഗൗതം അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ഒരു വഴി തെളിയുമെന്ന് പറയുമെന്നല്ലാതെ മുൻപിൽ ഇപ്പൊ ശൂന്യമാണ്. ഒന്നിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. സത്യം പറഞ്ഞ ഞാനും അതേ ടെൻഷനില്ല. വസുവിന്റെ അടുത്ത് കയറി പന്തയം വെക്കുകയും ചെയ്തു. ഇപ്പൊ അതിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. അറിയാലോ, ആ പ്രോപ്പർട്ടി നമുക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം രോഷമായിരിക്കും. വസു ജയിക്കുക കൂടി ചെയ്താ പിന്നെ അവൾ അടങ്ങിയിരിക്കില്ല. അറിയാലോ വസുവിന്റെ സ്വഭാവം. എല്ലാം അറിയാം. അത് തന്നെയാണ് ഗൗതമിന്റെ പേടി. കണ്ണടയ്ക്കുമ്പോഴെല്ലാം എന്തോ ദുരന്തം വരാൻ പോകുന്നുള്ള ചിന്തയാ മനസ്സിൽ ഇങ്ങനെ തികട്ടി തികട്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ശോ, മേഡം, തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലിൽ സല്യൂട്ടിന്റെ കാര്യം മറക്കരുത്. മേഡം പറയുന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നരുത്. എന്താ? അല്ല, മേഡം എന്നാ അകത്തേക്ക് കയറ്റി വിടണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആരാ പറഞ്ഞേ? എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മേഡം. അതെന്നാ പറഞ്ഞത്? പറഞ്ഞിട്ട് കുറച്ചായി. ആ പറച്ചിലിന്റെ കാലമൊക്കെ കഴിഞ്ഞു സെക്യൂരിറ്റി സാറേ. ഇത് ശിവാനയുടെ രണ്ടാം വരവാ. ഇനി കളി അങ്ങോട്ട് മാറുക. പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ സല്യൂട്ട് അടിക്കാൻ താൻ തയ്യാറായി നിന്നോ? ശരി മേഡം.
എനിക്ക് നല്ല പേടിയുണ്ട് മോളെ. വസു ഇതൊരവസരമാക്കി എടുക്കുന്ന ഉറപ്പാ. നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒരു മോശം കാര്യത്തിന് വേണ്ടി അല്ലല്ലോ അമ്മ. അനാഥരെന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കളാ. ആ അനാഥരെ സംരക്ഷിക്കാൻ വേണ്ടിയാ ഞാനും ഗൗതവും ഇറങ്ങി തിരിച്ചത്. അതിലൊരിക്കലും ദൈവം നമ്മളെ തോൽപ്പിച്ചു കളയില്ല, അത് ഉറപ്പാ. ആരോ വന്നു തോന്നല്ലോ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഹാ, എന്ത് ചോദ്യാ നിധി ഇത്? ഒരു പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്ന എന്തിനാ? സ്ഥിരമായിട്ട് താമസിക്കാൻ, ജീവിക്കാൻ. ഭർത്താവോ? ആരാടെ നിന്റെ ഭർത്താവ്? അന്ന് ആശുപത്രിയിൽ വെച്ച് തന്നെ നിന്നെ വേണ്ടാന്ന് തീരുമാനിച്ച് വേണ്ടതിലെല്ലാം ഉപ്പിട്ട് വാങ്ങിച്ച് പ്രണവ് കൈയൊഴിഞ്ഞതല്ലേ? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോണം. എന്താ അമ്മയമ്മേ ഇത്? മഹാലക്ഷ്മിയെ പോലെ വന്നു കയറിയ മരുമകളെ ആട്ടിയിറക്കി വിടുക എന്നൊക്കെ പറഞ്ഞാല് അതെന്തൊരു നെറുകേടാ. ഞാൻ ഇറങ്ങി പോയേണ്ടവളാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതും പറയേണ്ടതും പ്രണവ. തൽക്കാലം വലതുകാല് വെച്ച് അകത്തേക്ക് കയറാൻ തന്നെയാണ് ശിവാനിയുടെ തീരുമാനം.